കേൾവിയുടെ ശക്തി. തിരക്കുകളുടെ ഈ ലോകത്ത് കുട്ടികൾ പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേൾക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? കുട്ടികളുടെ പരാതി കേൾക്കാൻ തയ്യാറായാൽ തന്നെ അവരുടെ പകുതി പ്രശ്നത്തിനും പരിഹാരമായി. കേൾവിയുടെ ശക്തി മാതാപിതാക്കൾ തിരിച്ചറിയണം. കൂട്ടുകാർ കളിക്കാൻ കൂടുന്നില്ല, ടീച്ചർ ശ്രദ്ധിക്കുന്നില്ല, പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല തുടങ്ങി ഒട്ടേറെ പരാതികളുണ്ടാകും അവർക്ക്. അതൊക്കെ പങ്കുവയ്ക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ പടി. കുട്ടി പ്രശ്നം അവതരിപ്പിച്ചു തുടങ്ങുമ്പോൾ സശ്രദ്ധം കേൾക്കുക. എന്നാൽ ഉടൻ തന്നെ എന്തെങ്കിലും അഭിപ്രായം പറയുകയോ കുട്ടിയെ പരിഹസിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത്. കുട്ടി പറയുന്നത് കുട്ടിയുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആക്റ്റീവ് ലിസണിംഗ് എന്നാണ് ഇങ്ങനെ സശ്രദ്ധം കേൾക്കുന്നതിനെ മനഃശാസ്ത്ര വിദഗ്ധർ വിളിക്കുന്നത്. ആക്റ്റീവ് ലിസണിംഗ് കൊണ്ടുള്ള നേട്ടങ്ങൾ പലതാണ്. പ്രശ്നങ്ങൾ തുറന്നു പറയാനും ചർച്ച ചെയ്യാനും കുട്ടിക്ക് അവസരം കിട്ടുന്നു. ആരോടെങ്കിലും പറയുമ്പോൾ വിഷമം പകുതിയാകുമെന്നാണല്ലോ പറയാറുള്ളത്. അത് കുട്ടികളെ സംബന്ധിച്ചും ശരിയാണ്. അഭിപ്രായ പ്രകടനവും വിലയിരുത്തലുമില്ലാതെ കുട്ടികളെ കേൾക്കാൻ മുതിർന്നവർ തയ്യാറാകുമ്പോൾ പ്രശ്നങ്ങൾ വിലയിരുത്താനും പരിഹാരങ്ങൾ സ്വയം കണ്ടെത്താനുമുള്ള മാനസിക ശേഷി കുട്ടികൾ ആർജിക്കും. വിജയപരാജയങ്ങൾ നിറഞ്ഞ ജീവിത വഴികളിൽ മുന്നോട്ടു പോകാൻ അത് വെളിച്ചം പകരും. തങ്ങൾ പറയുന്നതെല്ലാം പൂർണ്ണ ശ്രദ്ധയോടെ കേട്ട് തങ്ങളുടെ പ്രശ്നങ്ങളിൽ പങ്കുചേരുന്ന അച്ഛനമ്മമാരെയാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. അച്ഛനും അമ്മയും തൻ്റെ വാക്കുകൾക്കായി കാതോർക്കുമെന്ന വിശ്വാസം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല. കുട്ടി പറയുന്നത് കേൾക്കുന്നുവെന്ന് നടിച്ചാൽ ആക്റ്റീവ് ലിസണിംഗ് ആകില്ലെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കുട്ടി എന്തെങ്കിലും പറയാൻ വന്നാൽ നിങ്ങൾ ചെയ്യുന്ന ജോലി നിർത്തിവെച്ച് അത് കേൾക്കാൻ തയ്യാറാകണം. മുതിർന്നവർക്ക് തീരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും കുട്ടികളെ അലട്ടുന്നത്. പക്ഷേ അവ നിസ്സാരമെന്ന് തള്ളിക്കളയരുത്. കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. മാതാപിതാക്കളുടെ ആ ശ്രദ്ധ കുഞ്ഞു മനസ്സിന് ആശ്വാസം പകരും.